LDF സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ LDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്ക് എതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിയമസഭാ സമുച്ചയത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് ജനദ്രോഹപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായ അന്തിമ സമര പോരാട്ടങ്ങളുടെ തുടക്കമാണ് ഈ നിയമസഭാ കവാടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വീണ്ടും ആരംഭം കുറിക്കുന്നത്. ഏറെ ആവേശത്തോടുകൂടിയാണ് ഈ സമരത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഇങ്ങോട്ട് കടന്നു വന്നത്. ഈ സമരാവേശത്തെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ പോലും ഞങ്ങളൊക്കെ കുറേയേറെ പാടുപെടേണ്ടതായി വന്നു. ഞാൻ പറയുന്നത് ഈ സർക്കാരിനെതിരെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിലുള്ള സമരം, ഈ ചെറുപ്പക്കാർക്കിടയിലുള്ള യുവരോഷം അത് എത്രത്തോളം പ്രകടമാണ് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടേക്ക് കടന്നു വന്ന ചെറുപ്പക്കാർ ഇവിടെ വിളിച്ചു പറയുന്നത്. ഏതെങ്കിലും 2 ജലപീരങ്കികൾ കൊണ്ടുവച്ചത് കൊണ്ടോ ഈ ബാരിക്കേഡുകൾ കെട്ടിമറച്ചത് കൊണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ തടയാമെന്നാണ് ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് കരുതുന്നതെങ്കിൽ ഈ ബാരിക്കേഡുകൾ നിങ്ങൾക്ക് തികയാതെ വരും, ഈ ജലപീരങ്കികളും നിങ്ങൾക്ക് തികയാതെ വരും. നിങ്ങളുടെ ലാത്തികൾ ഒടിയും വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ശേഷി സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിനുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് സമാനതകളില്ലാത്തൊരു കൊല്ലയ്ക്കാണ് ഈ സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഈ സമൂഹത്തിനകത്ത് വിശ്വാസതയും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സംസ്ഥാനത്തിനകത്ത് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നു. ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾ ചെറുപ്പക്കാർ ഈ നാട് വിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഇന്നത്തെ ഈ സമരത്തിന്റെ ആധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലൊന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ മറ്റൊന്ന് ഈ സംസ്ഥാനത്തിനകത്ത് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ കൊള്ളയുന്ന ഈ സർക്കാരിനെതിരായ പ്രതിഷേധം കൂടിയാണ്. വിരമിക്കൽ പ്രായം ഇവിടെ 60 വയസ്സാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 185 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം 60 വയസ്സാക്കുമ്പോൾ സംസ്ഥാനത്തിനകത്ത് 35,000 തൊഴിലവസരങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി നിയമിച്ച ആളുകളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. KSRTCയിലും KSEBയിലും നിയമനങ്ങൾ നടത്തിയിട്ട് കാലങ്ങളേറെയായി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഒഴിവുകളിൽ PSCയുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിയമനം നടത്തുന്നില്ല. അങ്ങനെ നിയമന തട്ടിപ്പും നിയമന നിരോധനവുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് ചെറുപ്പക്കാർ ഈ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരികയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് തെരുവിൽ സമരം നടത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ ഈ സമരത്തെ ആദ്യമായി അഭിവാദ്യം ചെയ്യാനും നിങ്ങളെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിലെ യുവത്വം ഈ നാട് വിട്ട് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച, നിസ്സഹായരായി കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന് കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷയും അർപ്പിക്കാനില്ലാത്ത രീതിയിൽ കേരളത്തെ ഭരണം തകർത്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥയും സ്വജനപക്ഷപാതവും കണ്ട് മനം മടുത്തിട്ടാണ് ഈ സംസ്ഥാനത്തെ യുവാക്കൾ നാടുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റുകളെ നോക്കൂത്തികളാക്കി ഇവരുടെ സ്വന്തക്കാരെയും ഇവരുടെ ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്ന ഈ സർക്കാർ നയം
അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ തിരികെ കയറ്റി ഇനി 10 വർഷം കൊണ്ട് ഇവരുടെ ഭരണം എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഇവർ തിരികെ കയറ്റി ആയിരക്കണക്കിന് 10,000-കണക്കിന് അവരുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും വരുന്ന സമയങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ അല്ലെങ്കിൽ പിൻവാതിലൂടെ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഭരണഘടനയുടെയും എല്ലാ ലംഘനങ്ങളും നടത്തിക്കൊണ്ട് അവരെ സ്ഥിരപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോൾ യുവാക്കളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയാണ്. ഇതുപോലുള്ള അനീതി യുവാക്കളോട് ചെയ്യുമ്പോൾ വായിൽ പഴം തിരിയിരിക്കുന്ന ഡിവൈഎഫ്ഐയിലല്ല, മറിച്ച് തെരുവിൽ പോരാടുന്ന യൂത്ത് കോൺഗ്രസിലാണ് ഇവിടുത്തെ യുവാക്കൾക്ക് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമരം നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നീതിക്കും സത്യത്തിനും വേണ്ടിയിട്ടുള്ള ഈ സമരത്തിന്റെ വിജയം നിശ്ചയമായിട്ടും ഉണ്ടാകും. ഏതാനും മാസങ്ങൾക്കപ്പുറം ഈ സംസ്ഥാനത്ത് ജനകീയമായ ഒരു ഭരണത്തെ, യുവാക്കളെ ചേർത്ത് പിടിക്കുന്ന, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനേ കഴിയും. ഇന്ന് യൂത്ത് കോൺഗ്രസിനെ പ്രതീക്ഷയോടെ നോക്കുന്നത് കേരളത്തിലെ യുവാക്കൾ മാത്രമല്ല, മറിച്ച് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി സമൂഹം മുഴുവൻ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ആഗ്രഹിക്കുമ്പോ, അവരുടെ വികാരങ്ങളെ നിങ്ങൾ തെരുവിൽ പ്രതിഫലിപ്പിക്കുമ്പോ അവർ നിങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി CPM-ന്റെ നേതാക്കന്മാർ, സമന്വിതരായ നേതാക്കന്മാർ ഈ സംസ്ഥാനത്ത് വർഗീയതയുടെ വിഷം തുപ്പുന്നത്? അത് AK ബാലനാണെങ്കിലും അത് സജി ചെറിയാനാണെങ്കിലും സാന്ദർഭികമായി സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ കരുതണ്ട, മറിച്ച് ആസൂത്രിതമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശബരിമലയിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്തി അനാവശ്യമായ വർഗീയത വിളമ്പി ഈ CPM ഈ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോ ബഹുമാനരായിട്ടുള്ള സമുദായ നേതാക്കന്മാർ ഇന്നലകളിൽ കേന്ദ്രം ആദരിച്ചിട്ടുള്ള, ബഹുമാനിച്ചിട്ടുള്ള, നിങ്ങൾ ഇരിക്കുന്ന കസേരയെ അങ്ങേറ്റം മഹത്വത്തോടുകൂടി കണ്ടിട്ടുള്ള ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ CPM-ന്റെ അടവ് നയത്തിൽ നിങ്ങൾ വീണു പോകരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ CPM നടത്തുന്നത് ശബരിമല കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പരിശ്രമമാണ്. ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഈ സർക്കാരും ദേവസ്വം ബോർഡും ചെയ്തത് ഫേക്ക് അർജൻസി എന്ന പേരിൽ കപടമായ അത്യാവശ്യവും അത്യാഹിതവും പറഞ്ഞ് വീണ്ടും ശബരിമലയിൽ നിന്നും കൊള്ള നടത്താൻ ശ്രമിച്ചതിൽ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, സാക്ഷാൽ വാസവനും ഇപ്പോഴത്തെ ഈ ദേവസ്വം ബോർഡും പ്രതികളാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമരം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സംസ്ഥാനത്തെ യുവാക്കൾക്ക് വേണ്ടി, വിശ്വാസി സമൂഹത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് തെരുവിൽ പോരാടുമ്പോൾ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനായി ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമരത്തെ എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം അറിയിച്ച് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ബാരിക്കേഡുകൾ മറികടന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജലപീരങ്കി 5 തവണയിലധികം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കള്ള പിണറായി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയത്. ഇപ്പോൾ നടക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവർത്തകർ ഈ ഒരു സമരം നടത്തിയത്. എന്തായാലും ഈ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുന്നവരെ പ്രതിഷേധവുമായി തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലടക്കം പ്രവർത്തകർ കടന്നിരുന്നു. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.